അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ചിഞ്ചു എന്തായിരിക്കും നോക്കുക ആ ആളെ കുറിച്ച്? അമ്മ കണ്ടീഷൻസ് വെക്കൂലേ, മക്കള് നല്ല ആളെ ഏൽപ്പിക്കണം, അതേപോലെ. അത്രേ ഉള്ളൂ സത്യം. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല. അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചുകൊണ്ടോ തന്നെ ആളല്ല. നമുക്ക് ജീവിക്കാൻ പോലും തോന്നൂലല്ലോ. അന്നെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. എനിക്ക് ഏറ്റവും കൂടിയ ചുരിദാറോ സാരി ഉണ്ടെങ്കിൽ അത് ഇവർ മേടിച്ചു തരണത് തന്നെയാണ്. എല്ലാം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചേക്കാണ്. എൻ്റെ ലോകം മൊത്തം ഇവരാണല്ലോ. പുറത്തേക്കൂടില്ല, പുറത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രയും വേണ്ടിയ, കാരണം അവർ വേദനിപ്പിച്ച ഞങ്ങൾ വേദനിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറം ലോകത്തിനെ കുറിച്ച് വല്ല അല്ലാതെ എല്ലാവരും ആയിരിക്കുമല്ലേ. ഈ ഓർമ്മയിലുള്ള അമ്മ ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്താണ്? ചിന്നുവിന് ബർത്ത്ഡേക്ക് നമ്മൾ പോയി ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് വേറൊരു ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് അന്നേരം ക്യാഷ് കുറവായിരുന്നു. അവൾ വാശി പിടിച്ച് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അവളെ കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇവള് 2 ദിവസം ഫുഡ് കഴിക്കാതെ വാതിലടിച്ച് അകത്തിരുന്നു. അവളുടെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു അവൾ വാതിൽ തുറന്നില്ല, ഒന്നും കഴിച്ചില്ല. 2ാമത്തെ ദിവസം ഇപ്പോൾ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അവൾ തുറന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല തുറന്നില്ല. ഒറ്റ ചവിട്ടം കൊടുത്തു, ഡോർ ഡീം. ഡോർ 2ആയിട്ട് പൊളന്നിങ്ങനെ വന്നു. മറ്റേ നിങ്ങളെ കൂടുതൽ ആരെയാ ഇഷ്ടം ചോദിക്കാൻ പാടില്ല. എന്നാ പോലും ആത്മബന്ധം തോന്നുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായ സ്നേഹം തോന്നുന്നതോ ആരോടായിരിക്കും? അതല്ലേ പുതിയ ഉപ്പുമുളകിലത്തെ കാര്യം. അത് ശരി, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സീരിയലിലേക്ക് അങ്ങനെ ചെന്ന സീരിയൽ എനിക്ക് പാറുവിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ചേച്ചിക്ക് ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ആരെങ്കിലും ഒരാൾ കൂടെ ലൈഫിലേക്ക് വേണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം തോന്നി തുടങ്ങുന്നുണ്ട്. അത് കാരണമുണ്ട്. ഈ കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ നമ്മുടെ ഒരു കാറ്റഗറി അല്ല. നമ്മൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. തീർച്ചയായും നമ്മൾ ചിന്തിക്കണമെന്ന് അവരോട് പറഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനും നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനും ഒരാൾ വേണം നമുക്ക് തോന്നി തുടങ്ങും. ഇല്ലേ, നമ്മൾ ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയാൻ തുടങ്ങും. നമ്മൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഓടി നടക്കുന്ന ഇത്രയും തിരക്കോടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇടവേളകളിൽ എനിക്ക് ഷെയർ ചെയ്യാൻ എനിക്കെപ്പോഴും നല്ലൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യമാണ്. അതില്ലാതെ വരുമ്പോൾ നമ്മൾ ഞാൻ വീട്ടിലാണ് ആകെ വരണത്, വേറെ എവിടെയും പോണില്ലല്ലോ. വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് നമ്മൾ മൈൻഡ് മാറിപ്പോവും. ഞാൻ പറഞ്ഞല്ലോ 50 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് എന്നെ ഹാപ്പി ആക്കി നിർത്തിയാൽ മാത്രമേ എൻ്റെ ഹെൽത്തിനെ എനിക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്നെ നോക്കണം. ചിഞ്ചുനോട് ഞാൻ വളരെ വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അമ്മേനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ചിഞ്ചു എന്തായിരിക്കും നോക്കുക ആ ആളെ കുറിച്ച്? അമ്മേനെ സ്നേഹിക്കുന്ന, അമ്മേനെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അമ്മയുടെ പണത്തിനെ സ്നേഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫെയിമിനെ സ്നേഹിച്ചുകൊണ്ടോ തന്നെ ആളല്ല. അതാണെങ്കിൽ റിജക്ട് ചെയ്യും, ചിലപ്പോൾ വഴക്കിടും. അതല്ലാണ്ട് അങ്ങനെ ഒരു റിയൽ ആയിട്ട് ഒരാൾ വന്ന് അക്സെപ്റ്റ് ചെയ്യാം. അമ്മേനെ നോക്കണം. അത് ശരിയാ. അമ്മയ്ക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ അറിയില്ല. മണ്ടത്തരം ചെയ്യരുതെന്ന് പറഞ്ഞു. ആ ഒരു കണ്ടീഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ആക്ച്വലി ഇപ്പൊ ഈ ഉപ്പുമുളകും കാണാതെ വരുന്നുള്ളത് ഒരു മിസ്സിംഗ് ഫീലിംഗ് ആയിട്ടുണ്ടോ ചിഞ്ചു? ഉപ്പുമുളക് കാണുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ ഞങ്ങള് തമ്മില് അങ്ങനെ മിസ് ചെയ്യില്ല അല്ലേ അമ്മ? ഇവരായിട്ട് അങ്ങനെ യുദ്ധമല്ല, സംസാരമൊക്കെ അതേപോലെ തന്നെ ആണല്ലേ. ചേച്ചി അതിനകത്ത് സത്യത്തിൽ അഭിനയിക്കല്ലേ, അങ്ങ് ജീവിക്കുകയാണല്ലേ. പക്ഷെ അത്രയും വായാടിയൊന്നും അല്ല ഇവിടെ. പക്ഷെ ഇത്രയും വർഷം നമ്മളൊരു കാര്യം ചെയ്തോണ്ടിരുന്ന നമ്മൾ അങ്ങനെ ആയി പോവെന്ന് പറയില്ലേ? ഉപ്പുമുളകിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അത്രയും സംസാരിക്കില്ലായിരുന്നു വീട്ടില്. ഉപ്പുമുളകിന് പോയതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ ശീലിച്ചത് കൊണ്ടാവാം ഇപ്പം ഇവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്തായിട്ട്. അപ്പോൾ പറഞ്ഞു അവിടെ അഭിനയിക്കില്ലേട്ടാന്ന് പറയും. ഇത് ഉപ്പുമുളകല്ല, അവരോട് പറയും ഇത് ഉപ്പുമുളകല്ല, അപ്പൊ അമ്മ എങ്ങനെയാണോ അത് മതി എന്ന് പറയും. അങ്ങനെ സംസാരിക്കല്ലേ. പിന്നെ ഞാൻ ചൂടാവുമല്ലോ ചിലപ്പോൾ, ചില സമയത്ത് കുറേ ഇവരെന്തെങ്കിലുമൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഇങ്ങനെ ഉറക്കെ ചിഞ്ചു അല്ലെങ്കിൽ ചിന്നു എന്ന് വിളിച്ച് ചൂടാവുമ്പോൾ പറയും അയ്യേ എന്ത് പറയണം. അപ്പോൾ ഞാൻ ചമ്മി പോവും. കാരണം ഞാൻ ദേഷ്യപ്പെടുന്നത് കാണാറില്ല. അപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ ഇവരിങ്ങനെ അയ്യേ, അപ്പം ഞാൻ തന്നെ ചമ്മിപ്പോവും. എനിക്ക് ശരിയായില്ലേ. ഈ ഓർമ്മയിലുള്ള അമ്മ ദേഷ്യപ്പെട്ട ഒരു സിറ്റുവേഷൻ എന്താണ്? ചിന്നുവിന് ബർത്ത്ഡേക്ക് നമ്മൾ പോയി ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സ് എടുത്തു. എടുത്തിട്ട് അതാണ് സംഭവം, അതാണ് ആകെ ഉള്ളത്. എന്നിട്ട് ചിന്നു അല്ല ഞാനും ചിന്നുവും കൂടെ നല്ല വില കൂടിയ ഡ്രസ്സാണ് എടുത്തത്. അവൾ പറഞ്ഞ ഡ്രസ്സ് തന്നെ എടുക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് വേറൊരു ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് അന്നേരം ക്യാഷ് കുറവായിരുന്നു. അപ്പോൾ ഇനി അതെടുക്കാന്ന് വെച്ചാൽ എനിക്ക് ഈ പിശുക്കിൻ്റെ അസുഖം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ നമുക്കൊരു ഇത്ര രൂപ, നമുക്കൊരു 1000 രൂപ ഒരു ദിവസം ശമ്പളം കിട്ടി. അതിൽ നിന്ന് ഇത്രയും ഞാൻ ചിലവിനെടുക്കൂ, ഇത്രയും ഞാൻ ഒരാൾക്ക് നമുക്ക് ദാനത്തിനായിട്ട് മാറ്റി വെക്കൂ, ഇത്രയും ഞാൻ വീട്ടിലേക്ക് എടുക്കൂ, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ചിലവ്, സേവിങ്സ്, ഒരാളെ സഹായിക്കാൻ, പിന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളത്, അങ്ങനെ ഈ 4 എണ്ണമാണ് കാറ്റഗറി. അപ്പൊ അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല. അതെന്തൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാലും ഈ ചെലവിനുള്ളത് മാത്രമേ ചെലവിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ആ 3 ഞാൻ തൊടില്ല. അപ്പൊ ആ വാശിന്റെ ഉള്ളിലുണ്ടല്ലോ, അത് ഞാൻ ശീലിച്ചതാണ്. വാശി എന്ന് പറയുമ്പോൾ ഞാൻ ശീലിച്ച, നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ ഒറ്റ പ്രാവശ്യം വിട്ടാൽ പിന്നെ വീണ്ടും നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇത്രയും ക്യാഷാണ് നിനക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചത്, അതിന്റെ അപ്പുറം കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് വാശി പിടിച്ച് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അവളെ കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവള് 2 ദിവസം ഫുഡ് കഴിക്കാതെ വാതിലടിച്ച് അകത്തിരുന്നു. എന്നിട്ട് അമ്മാമ്മ ഇല്ല ഞാൻ ഷൂട്ടിന് പോയി, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അന്നേരം. അപ്പൊ അമ്മ ഞാൻ രാവിലെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ പറഞ്ഞു അവള് വാല് തുറന്നില്ല, ഒന്നും കഴിച്ചില്ല, പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ട്, അതുകൊണ്ട് ധൈര്യം എനിക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ 2ാമത്തെ ദിവസം ഇപ്പോൾ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അവള് തുറന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല തുറന്നില്ല. എൻ്റെ നിഷി ആ കൊച്ചു ചത്തു, നീ നീ വിളിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടോ ഭക്ഷണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഡ്രസ്സ് എടുത്ത് തരില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അത് കൊള്ളില്ല, സ്വഭാവം കൊള്ളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവള് പിന്നെ അവസാനം തുറന്നില്ല. അമ്മ ഇട്ടിങ്ങനെ പ്രഷർ ചെയ്ത് തന്നെ, മറ്റേ എന്താ പറയുക, എന്നെ പ്രഷർ ചെയ്താലേ എനിക്ക് ദേഷ്യം വരുള്ളൂ. പ്രഷർ ചെയ്തപ്പോൾ ഞാൻ ഒറ്റ ചവിട്ടം കൊടുത്തു, ഡോർ ഡിം. ആൾക്കാർ പറയില്ലേ ഞങ്ങൾ ദേഷ്യപ്പെടില്ല, ദേഷ്യപ്പെട്ടാൽ വേറെ ലെവൽ. അത് ട്രേക്കിന്റെ ഡോറാണ്. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ അതിന്റെ ദേഷ്യവും ഇതെല്ലാം കൂടെ അതൊക്കെ കൂടി ഇങ്ങനെ എനിക്ക് അവള് ഫുഡ് കഴിക്കാണ്ടിരിക്കണം എന്നുള്ള മൈൻഡിൽ ഇതിങ്ങനെ കിടന്നിട്ടേ അതാണിത്. ഡോറ് 2ആയിട്ട് പൊളന്നിങ്ങനെ വന്നു. മറ്റേ ബാഹുബലിയിലൊക്കെ വെച്ച് 2ാം നേരം വെച്ച് അമ്മേനെ വെച്ച് എന്നിട്ട് അവളെ പൊക്കിയെടുത്ത് നിങ്ങളെ ഇതാക്കി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നതുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ സോറി പറഞ്ഞു അവിടെ എത്തിയപ്പോൾ ട്രിപ്പൊക്കെ കയറ്റി കഴിഞ്ഞപ്പോൾ അമ്മ സോറി കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഓക്കെ, ഇതവള് മുതിർന്നതിന് ശേഷമാണ് ഈ ഇന്റർവ്യൂ ഔട്ടാകുമ്പോഴത്തേക്ക് എന്താവും ഇവിടെ സംഭവിക്കും. അത് കഴിഞ്ഞാൽ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തോ ചേച്ചി? അമ്മ വാങ്ങിച്ചു കൊടുത്തില്ല. ഞാൻ വാങ്ങിച്ചില്ല, അവള് പോയി എടുത്തോണ്ട് വന്നു. അവളെ ഫ്രണ്ട് വാങ്ങിച്ചു കൊടുത്തു. അല്ല ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. നല്ല വാശിയുള്ള അമ്മയാണല്ലേ നിങ്ങൾ. ടി വി ഒക്കെ എപ്പോഴും കുഞ്ഞു ടി വി ആയിരുന്നു, വാങ്ങിച്ചിട്ടുണ്ടെന്ന് വാങ്ങിക്കില്ല. ഇവിടെ ഒരു പ്രാവശ്യം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ നോക്കിയപ്പോ വലിയ ടി വി, എന്താണ് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. എന്നോട് ഇങ്ങനെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ ആ സംഭവം കറക്റ്റ് ആവണം. ഞാൻ സേവിങ്സിലൊക്കെ ഉള്ള സംഭവം കറക്റ്റ് ആവണം. അതാവാണ്ട് ഞാൻ ഇവരെന്തൊക്കെ പറഞ്ഞാലും അത് വാങ്ങിക്കില്ല. അത് കണ്ടാൽ മതി. അങ്ങനെയല്ല, മൈബൂസി പറയില്ലേ എന്നോട് ചോദിച്ചു വാങ്ങണല്ല, ഞാൻ അറിഞ്ഞു കൊടുക്കണോന്ന് അറിയില്ല. ഞങ്ങള് പറഞ്ഞിട്ട് ചെയ്താ ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്താന്ന് പറയും, പറഞ്ഞു ചെയ്തതാണ്. അതെ, എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവർക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ്. ഒരു ഒറ്റ ദിവസം തന്നെ ഈ 3 വീട്ടിലേക്ക് എത്തുന്നു അല്ലേ. ഇവര് വന്ന് എന്റെ പൊന്ന് ഇവര് വൈകിട്ട് വന്നപ്പോ ഉണ്ടല്ല, ഇവരെന്താ കാണിക്കുന്നത്, എനിക്ക് തവളച്ചാട്ടോ കുതിരച്ചാട്ടിയോ ആരെയൊക്കെ ചെയ്തു ബഹളം. ചിന്നി ഞാൻ നോക്കുമ്പോഴേ അവിടേക്ക് ആ പറമ്പിലൊക്കെ ഓടി എടുത്തിട്ട് തിരിച്ചു വന്നു. അയ്യോ ചിന്നുവിന്റെ കോമഡി ആവണം. ചിന്നു ഈ നമ്മുടെ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ടിവിയുടെ ചുറ്റുമാണ്, ഫ്രിഡ്ജിന്റെ ചുറ്റുമാണ്. അയ്യോ അയ്യോ ഇതൊക്കെ എപ്പോഴാ ചേച്ചി? ഇത് എത്ര കാലം മുന്നുള്ള? ഇപ്പൊ ഈ ഉപ്പുമുളക് തുടങ്ങിയതിന് ശേഷമാണ്, ഇവരുടെ കല്യാണത്തിന് തൊട്ട് മുന്നേ. അത് ശരി. അത് തന്നെയായിരുന്നു, വീട് വെച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. വീടും കാണിച്ചില്ല, പറഞ്ഞില്ല. ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാ ഫോൺ വാങ്ങിച്ചായിരുന്നു. ഞങ്ങളെക്കാളും പഠിച്ച കളി അങ്ങനെ പഠിച്ച കളികളല്ല ഞാൻ വെച്ചാൽ നമ്മള് അങ്ങനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഞാൻ. ഇപ്പൊ ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അന്നെന്ന് വെച്ചാൽ എന്റെ അവസ്ഥയിൽ ജീവിക്കാൻ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഇവളൊന്നും ചോദിക്കില്ലായിരുന്നു കേട്ടോ. ചിന്നു അങ്ങനെയല്ല. ചിന്നുവിന് ഇന്നിറങ്ങിയ ഒരു 25,000 രൂപ പൊടിച്ചിട്ട് ചിന്നു കയറി വരുള്ളൂ.
പക്ഷെ ഇവളങ്ങനെയല്ല, ഇവള് ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് ആണ് കറക്റ്റ്. അങ്ങനെ വലിയ ഇപ്പോഴും ഇവള്, പക്ഷെ ഇവള് നല്ല ഡ്രസ്സൊക്കെ എടുക്കണ്ട് ഇപ്പൊ. അതെന്റെ സ്വന്തം പൈസ. അതെ, സ്വാഭാവികം. പിന്നെ അതുപോലെ ഞാൻ നല്ല ചുരിദാർ ഇടണമെങ്കിൽ അത് ചിന്നു മേടിച്ചു തരുന്നത് തന്നെയാണ്. ഞാൻ മേടിക്കില്ല വില കൂടിയൊന്നും, ഇപ്പോഴും മേടിക്കില്ല. ശരി. എനിക്ക് ഏറ്റവും കൂടിയ ചുരിദാറോ സാരി ഉണ്ടെങ്കിൽ അത് ഇവര് മേടിച്ചു തരണത് തന്നെയാണ്. ഞാൻ എൻ്റെ കാശെടുത്തിട്ട് ചെലവാക്കിച്ചിരി മടിയാണ്. ആ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 350-400 അല്ലെങ്കിൽ 1500. ഒരു പ്രാവശ്യം ഉള്ളിൽ പോയപ്പം ഒരെണ്ണം ഇഷ്ടപ്പെട്ടു, എടുക്കണില്ല. അതിന് പൈസ ആവില്ലേ, നമ്മുടെ ഇല്ലല്ലോ പൈസ ഉള്ളത്, പോയി വാങ്ങുന്നു പറഞ്ഞു. അത് വേണ്ട, എന്നാലും വേറെ കാര്യം ചെയ്യാനുള്ളത് അങ്ങനെ ഇങ്ങനെയാണ്. അവസാനം അതിൻ്റെ ഉള്ളിൽ കയറി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിപ്പിച്ച് പൈസ കൊടുത്തിട്ട് അതിനൊരു കഴിവുണ്ടോ ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് വലിക്കുന്നുണ്ട്. പക്ഷെ ഇവളെന്നെ അങ്ങോട്ട് വലിക്കണ്, ഞാൻ ഇങ്ങോട്ട് വലിക്കണ്. അവസാനം ഇവർക്ക് ഇപ്പം ശക്തി കൂടുതലല്ലേ, വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ഇപ്പോഴും ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതിൽ നോക്കുമ്പോൾ എനിക്ക് വിഷമം വരും. ഇപ്പോഴും ഇട്ടിട്ടില്ല ആ ഡ്രസ്സ്, ഇപ്പോഴും ഇട്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴും ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചേച്ചി? എനിക്ക് എൻ്റെ തൊഴിലിലുള്ള ഹൈപ്പ് മാത്രമേ ഉള്ളൂ. വേറെ ഇവരുടെതൊക്കെ ഇനി ഇവർക്കാണ് ആഗ്രഹങ്ങൾ വേണ്ടത്, എനിക്കല്ല ആഗ്രഹങ്ങൾ വേണ്ട അല്ലേ. പിന്നെ ചിന്നു കല്യാണം കഴിച്ച് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനെ അവളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അവൾക്ക് ഇന്ത്യയിൽ നിന്നൊന്നും വേണ്ട, ഇന്ത്യയിലല്ല അല്ലേ, ഒരു വിദേശിയെ ഞാൻ കല്യാണം കഴിക്കാം. പക്ഷെ എനിക്ക് ഇന്ത്യൻസിന് ആരെയും വേണ്ട. അങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ അല്ലേ പറയാ. എനിക്ക് വേറെ ആഗ്രഹം എന്ന് വെച്ചാൽ റിച്ചുവിൻ്റെ ആ ഒരു ഇതൊക്കെ കാണണം, അതൊക്കെ ഉള്ളൂ. എനിക്ക് എൻ്റെ തൊഴിലിൽ എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ചെറിയൊരു ആഗ്രഹമുണ്ട്, അത് നടക്കുമെന്ന് അറിയില്ല. അത് പുറത്ത് പറയില്ലായിരിക്കും. പുറത്ത് പറയാൻ പറ്റിയ ആഗ്രഹം തന്നെ. ഡാൻസ് ഞാൻ നിർത്തി വെച്ചേക്കായിരുന്നു. ക്ലാസിക്കലാണ്. അപ്പോൾ അത് ഈ വണ്ണമൊക്കെ വെച്ച് പിന്നെ ഇത് കരിയറൊക്കെ ഇങ്ങനെ ലൈഫൊക്കെ ഇങ്ങനെയായി എല്ലാം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വണ്ണം ഇച്ചിരി കുറച്ചെടുക്കാന്നുള്ള തീരുമാനം ജിമ്മിലൊക്കെ പോയി തുടങ്ങിയത്. വണ്ണം കുറച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിരിക്കുന്നത്. അമ്മയെ കുറിച്ച് മകൾക്കുള്ളൊരു ആഗ്രഹം എന്താ? അമ്മ ഒരു നാഷണൽ അവാർഡ് വാങ്ങണമെന്ന്. ആണോ? അത് ശരി. അമ്മേനെ ഇങ്ങനെ സിനിമയിലേക്കൊക്കെ ഉന്തിത്തള്ളി വിടാറുണ്ടോ? അമ്മ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഡീൽ ചെയ്തോളാം, അമ്മ പൊക്കോ എന്ന് പറഞ്ഞ്? അല്ല, അമ്മ അതൊക്കെ ചെയ്തോളും, അല്ല ഞാനൊന്നും ഫോഴ്സ് ചെയ്യാറില്ല. ഇല്ല, ഇവരൊന്നും ഫോഴ്സ് ചെയ്യാറില്ല, ഞാൻ ഇവരെയും ഫോഴ്സ് ചെയ്യാറില്ല. അങ്ങനെ നമ്മളിവിടെ ആരും ഒന്നിനും ഫോഴ്സ് ആണല്ലേ. ഈ ഉപ്പും മുളകും ഇനി എത്ര കാലം വരെ പോകുമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? ശ്രീധരൻ സാർ അന്ന് മറ്റേ നമ്മളെ കോടീശ്വരിൽ പറഞ്ഞത് നമുക്ക് 25-ാം വർഷം ആഘോഷിക്കണമെന്ന്. അപ്പൊ അറിയില്ല, എന്തായാലും ഇപ്പൊ 10 വർഷം 9 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ അറിയില്ല. ആണ് അല്ലേ. ഈ മക്കളെ കൂടുതൽ ആരെയാ ഇഷ്ടം എന്ന് ചോദിക്കാൻ പാടില്ല, എന്നാൽ പോലും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്രൂവിൽ ചേച്ചിക്ക് ഏറ്റവും ആത്മബന്ധം തോന്നുന്നതോ അല്ലെങ്കിൽ ഭയങ്കരമായ സ്നേഹം തോന്നുന്നതോ ആരോടായിരിക്കും? ചിന്നു ആണല്ലേ. ഇല്ല, ചിഞ്ചുവിനോടും ചിന്നുവിനോടും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതല്ലേ ഞാൻ ചോദിച്ചത്, പുതിയ ഉപ്പുമുളകിലത്തെ കാര്യം. ഉപ്പുമുളകിലോ? അത് ശരി. അല്ല, അവളല്ലേ എപ്പോഴും. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയല്ല. ലൈഫിൽ വീട്ടിൽ ഇവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെ തന്നെ. അങ്ങനെ ഒരാളോട് കൂടുതൽ ഒരാളോട് കുറവ് അങ്ങനെ ഉണ്ടാവും. നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് വരെ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അത് സത്യമല്ല. അല്ല, ഞാൻ ചോദിച്ച സീരിയലിലേക്ക് അങ്ങനെ സീരിയൽ എനിക്ക് പാറുവിനെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ചേച്ചി വളർത്തിക്കൊണ്ട് വരികയല്ലേ? അവൾക്ക് ഇന്നാള് കഴിഞ്ഞ ദിവസം എനിക്ക് BP കയറിയിട്ട് ഞാൻ കുറച്ച് ഹൈ BP കയറി വീണായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് അവളോടൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണത്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ അവർ പറയണ കേൾക്കണം, ഒരു 1.5 മണിക്കൂർ കൊച്ചി ഇത് എന്നെ കുറേ നേരം കരഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റി, എനിക്ക് അമ്മയെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര കൊച്ചിൻ്റെ അമ്മയും അച്ഛനും അത് തന്നെ എല്ലാവരും, ഞാൻ വന്നപ്പോൾ എല്ലാവരും അത് തന്നെ പറഞ്ഞത്. ഭയങ്കര അഴിച്ചില്ലായിരുന്നു. വേറൊരു കാര്യമാണ് ചോദിച്ചത്, എന്റെ ഡെലിവറിയുടെ അതിന് സ്കാൻ ചെയ്യാൻ പോയതാ, പെട്ടെന്നാണ് ഡെലിവറിക്ക് കയറ്റിയത്. 8ാമത്തെ മാസം. അപ്പം ലൊക്കേഷനിൽ തന്നെ ഇറങ്ങി. ഓ, അങ്ങനെ ഉണ്ടായോ? ചിഞ്ചു പ്രഗ്നന്റ് ആയതിനു ശേഷം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ കാലയളവിലൊന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ചേച്ചിക്ക് സ്ട്രെസ്, ടെൻഷൻ? ഭയങ്കര ടെൻഷനല്ലേ, നമുക്ക് ജീവിക്കാൻ പോലും തോന്നൂലല്ലോ. തൊട്ടേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു ഭയങ്കര. ഞാൻ ഇവിടെ കൊണ്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. എന്നിട്ട് അവിടെ ഒരു നമ്മളെ ലൊക്കേഷൻ്റെ അടുത്തൊരു ലേഡീസ് ഹോസ്റ്റൽ എടുത്തിട്ട് അവിടെ ഞാൻ ഡെയിലി ഇവിടെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരും. പേടിയാണ് ഞാൻ എനിക്ക് ഇവരുടെ ഹോസ്റ്റലിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലൊക്കേഷനിൽ പോയിരിക്കും. അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഇവരുടെ കാര്യത്തിൽ കുഞ്ഞിലെ തൊട്ടേ ഇങ്ങനെ എപ്പോഴും ഞാൻ വെച്ചാൽ എന്റെ ലോകം മൊത്തം ഇവരാണല്ലോ.
പുറത്തേക്കുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രയും കാരണം അവര് വേദനിപ്പിച്ച ഞങ്ങൾ വേദനിക്കില്ലേ ഇങ്ങനെ ഇതെനിക്ക് സൈക്കോ ആയിട്ട് തോന്നുന്നു എവിടെയെങ്കിലും. അങ്ങനെ ഉണ്ടായിരുന്നു, ആരെങ്കിലും വേദനിപ്പിച്ചാൽ കിടന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പുറം ലോകത്തിനെ കുറിച്ച് വല്ല ഇതുണ്ട്. പിന്നെ പുറത്തിറങ്ങി ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്കും ആണ് ഒന്ന് മനസ്സിലാക്കി വന്നത്. അല്ല എന്നാലും വിളിച്ചോണ്ടിരിക്കും. എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാ, എവിടെയാണ്, അകത്താണ് പുറത്താണ്. അങ്ങനെ വാതില് പൂട്ടിയിട്ടുണ്ടാ, ഗ്യാസ് പൂട്ടിയിട്ടുണ്ടാ, ഫ്രണ്ടിലെ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടാ, അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടാ. അങ്ങനെ എല്ലാം ഇവിടെ നിന്ന് പുറത്തു പോയാൽ തന്നെ തിരിച്ചു കയറി വരും, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ച്. അല്ലാതെ എല്ലാവരും ആയിരിക്കുമല്ലേ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഞാൻ ആ ഒരു കമന്റ് കണ്ടിരുന്നു, അമ്മയെ പോലെ തന്നെ മോളും സംസാരിക്കുന്നതെന്ന്. ആണോ? ആ ഒരു സ്പീഡും ആ ഒരു പേസും ഒക്കെ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഷാജോൺ ചേട്ടൻ പറഞ്ഞിട്ട് അമ്മയുടെ നിന്റെ തള്ളയുടെ അതേ സൗണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, ചിഞ്ചു പറഞ്ഞു പുറത്ത് വിടില്ല, കൂട്ടുകാരൊപ്പം വിടില്ല, അതെനിക്ക് നല്ലതായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യണത്. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടായിരിക്കാം ഇവർക്ക് കുറെ ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഇതിൽ നിന്ന് കുറച്ച് ഒരു ഗുഡ് ക്വാളിറ്റി ചില സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് നല്ലതല്ലേന്ന് എപ്പോഴും അങ്ങനെ കുട്ടികളുടെ പുറകെ നടക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളത് നല്ലതും കൂടിയാണ്. വണ്ടർലയിൽ ഒരു പ്രാവശ്യം പോയി, ഞാൻ പറയും എനിക്ക് കിട്ടുന്ന അവസരമാണ്, എനിക്ക് പകരം വീട്ടാൻ കിട്ടുന്ന അവസരമാണെന്ന്. അപ്പോൾ ഞാൻ 9th പഠിക്കുമ്പോൾ എന്താ പോയത്. അപ്പം അമ്മ ബോർഡിങ്ങിലാണ്. അപ്പോൾ ബോർഡിങ്ങിൽ നിന്ന് അമ്മ അങ്ങനെ വിടില്ല എന്ന് പറഞ്ഞു, അമ്മേനെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അമ്മേനെയും കൊണ്ടുപോയി. രണ്ടുപേരും ഉണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഹോസ്റ്റലിലായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിനകത്ത് ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും എല്ലാ ദിവസവും ഷൂട്ട് ഉണ്ട്. വല്ല ആണ്ടിലും കൊല്ലത്തിലും ഒരു ദിവസമൊക്കെ എനിക്ക് വീട്ടിലിരിക്കണം. എന്ന് വെച്ചാൽ 9 സീരിയൽ ഒരേ ടൈം ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ഞാൻ അന്നത്തെ ദിവസം ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ടാണ് പോയത് അല്ലേ. എന്നിട്ട് ആ ടൊർണാഡോ ഒക്കെ ഇല്ലേ, ടൊർണാഡോ, ജോയിന്റ് വീല്, അതൊക്കെ കയറുമ്പോ ചിഞ്ചു എന്നൊരു വിളിക്കും. മറ്റേ വെറുതെ ഉള്ള ഭാര്യയില് ബിന്ദു എന്ന് വിളിക്കണ പോലെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാ അമ്മമാരും ഇങ്ങനല്ല. എന്റെ ഇറക്കിക്കൂടെ എന്നെ ഒന്നിലും കേറ്റൂല. അതോടെ എനിക്ക് പേടിയായി കയറാൻ. അവള് കയറും, അവൾ അമ്മേനെ മൈൻഡ് അവൾ ഇപ്പോഴും അത് തന്നെ, അപ്പോഴും അത് തന്നെ. അവൾ എന്നെ ഒന്നിനും വേണ്ടി. ഞാൻ അവളെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവള് കുഞ്ഞിലെ ഞാൻ നോക്കുമ്പോൾ ഇവളെ ഒരു ദിവസം കാണില്ല. അവിടെ പറ വന്നത് ഞാൻ കണ്ട്, ഞാൻ കൈ പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ അകത്തോട്ട് കയറിയിട്ട് ഇവിടെ എൻ്റെ കൈ നൂർന്നു പോയത് ഞാൻ കണ്ടില്ല. പിന്നെ നോക്കിയോ എവിടെയോ ആരോ പിടിച്ചോണ്ടോ ഇവിടെ ആനയുടെ പുറകെ പോയത്. ആനയുടെ കരച്ചിട്ട് കൂട്ടക്കരച്ചിട്ട് നിരത്ത് കിടന്ന് കരച്ചിട്ട് ബോധം പോക്കൊക്കെ നടക്കും. അവളായിട്ട് എവിടെയോ ആനയുടെ പുറകെ പോയി ഏതോ അവരെ പിടിച്ച് വീട്ടിക്കൊണ്ട്. അതാ പറഞ്ഞ അവൾ എന്നെ മൈൻഡ് ചെയ്യാത്തതിന് അവൾക്ക് കിട്ടാറുണ്ട്. ചിന്നുനെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. അവളുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. പക്ഷെ എന്നെ കൊണ്ടുപോയി കണ്ടോ അവര് വീഗാലാൻഡില്. എന്നെ അവര് എന്താണ് +2 എന്നൊക്കെ പറഞ്ഞ് കയറ്റി. ഞാനന്ന് അന്ന് അത്രയൊക്കെ വലിപ്പമുള്ളൂ അല്ലേ. ഇല്ലല്ലോ. ഇതുപോലെ പുറത്തു പറയണമെന്ന് ആഗ്രഹമുള്ള വേറെ എന്തെങ്കിലും കഥയുണ്ടോ? ഒരുപാടുണ്ട്. ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടും. ആക്ച്വലി ഞാൻ പാവമല്ലേ, പാവമാണ്. ചേച്ചീനെ എന്തൊക്കെ പറയാറ് ഇവർക്ക് ഭയങ്കര പ്രൗഡാണ് ചേച്ചി. കാരണം ചേച്ചി അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, ചേച്ചി മക്കൾക്ക് വേണ്ടി ചെയ്ത സാക്രിഫൈസുകൾ, ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചി ഇവളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അമ്മയെ കുറിച്ച് ആണല്ലേ, അമ്മയെ കുറിച്ച് എത്ര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന മകളാണ്. എനിക്ക് ചിഞ്ചു എപ്പോഴും അങ്ങനെ സംസാരിക്കാറുള്ളൂ. ചിഞ്ചു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചിഞ്ചു എപ്പോഴും അമ്മയെ കണ്ട് പഠിക്കുന്നൊക്കെ പലപ്പോഴും പലരോടും പറയാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനോട് ഞങ്ങളുടെ അമ്മ ഉണ്ടോ ഇങ്ങനെ പറയലുണ്ട്. അപ്പോൾ അതെനിക്ക് ഞാനൊക്കെ അറിയാനും ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറയുമല്ലോ ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവൾ ലൈഫിൽ അവളത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. ഇപ്പൊ കുറെ കാര്യങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഇവള് ഇപ്പൊ അങ്ങനത്തെ ആ ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങി. പ്രാർത്ഥനയിലൊക്കെ ഇവള് ആ ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞായിരുന്നു, ചിഞ്ചു ഇപ്പൊ ഞാൻ ചെയ്യണ പോലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് നല്ലതാണ്. കാരണം നമുക്കൊരു ലൈഫിൽ ഒരു അടുക്കും ചിട്ട ഉണ്ടാവും. നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ ബുദ്ധി തെളിഞ്ഞു വരും. പ്രേയറിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു അബദ്ധത്തിൽ പോയി ചാടാതെ നമുക്ക് നമ്മൾ ദൈവം അതാണ്. പിന്നെ നമ്മൾ ഇപ്പൊ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയും. ആക്ച്വലി നമ്മളെ ബോൾഡ് ആക്കുന്നതാണ് ദൈവം.
അമ്മയും മകളും തമ്മിലുള്ള ആ പുറത്തു പറയാത്ത എന്താ പറയാ സൗഹൃദത്തിന്റെ കഥ, അടികൂടലിന്റെ കഥ, ഇഷ്ടങ്ങളുടെ കഥ അല്ലെ. ഇനി ചേച്ചിക്ക് എന്തെങ്കിലും മകളെ കുറിച്ച് പറയണമെന്നുണ്ടോ? അവൾ എത്ര ഹാപ്പി ആയിട്ട് അമ്മയെ കുറിച്ച്, എത്ര പ്രൗഡായിട്ട് അമ്മയെ കുറിച്ച് പറയുന്നേ? ഇനി ഇവളെ കുറിച്ച് പറയാൻ അവളെപ്പോഴും അവളുടെ സ്വന്തം കാര്യങ്ങള് കുഞ്ഞിലോട്ടെ, വളരെ കുഞ്ഞിലെ തൊട്ടേ അവളുടെ എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് അവളുടേതായ ഐഡിയാസ് ഉണ്ട്, എങ്ങനെ ചെയ്യണമെന്നറിയാം. എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഒരു കാര്യത്തിൽ. അത് ഞാൻ പറഞ്ഞു ഇന്നലെ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഇവളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ അവൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലിരുന്ന്, അതൊക്കെ കുഞ്ഞിലോട്ട് അവൾക്ക് അവളുടേതായ ഐഡിയാസ് ഉണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ എന്ന് വെച്ചാൽ ആകെയുള്ളൊരു ഇച്ചിരി മടിച്ചിയാണ്. സ്റ്റാർട്ടിങ് ട്രബിൾ കുറേ ഉണ്ട്. ഒരു സംഘടന കയറിയാൽ മൊത്തത്തിൽ ഞങ്ങളുടെ എല്ലാം ഉണ്ടാക്കും. പിന്നെ ഒരു 6 മാസം കുമ്പാറനെ പോലെയാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ആൾക്ക്. പിന്നെ ദേഷ്യം ആണല്ലേ, നല്ല രീതിക്ക് ഉണ്ടെന്ന്. എന്നോട് ഒട്ടും ഇവര് പുറത്താരോട് കൊടുക്കാറില്ല, അമ്മയുടെ അല്ല. ഇഷ്ടമുള്ള ആൾക്കാര് നോണ പറഞ്ഞ എന്താണ് എന്നോട് മാത്രമാണ് ദേഷ്യം കൂടുതലെടുക്കാറുള്ളത്. എല്ലാവരോടും എടുക്കും. പിന്നെന്താണ് അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഭയങ്കര എന്താ പറയാ, ഇപ്പോൾ ഹസ്ബൻഡിനെ ആണെങ്കിലും മോനെയൊക്കെ ആണെങ്കിലും നല്ല കെയർ ചെയ്യാനും കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട്, കുക്കിംഗ് ഒക്കെ ആണെങ്കിലും. പിന്നെ ഇവൾക്കൊരു സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ ഇവൾക്ക് എല്ലാവരും വേണം എപ്പോഴും. മിഥുനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ ഹണിമൂൺ പോയപ്പോൾ എല്ലാവരും കൂടെ പോയെന്ന് പറഞ്ഞില്ലേ, മിഥുനത്തിലെ പോലെ പോയത്. ഇവക്കെന്ന് വെച്ചാൽ എപ്പോഴും വീട് നിറയെ ആള് വേണം, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ വന്നിട്ടുണ്ട് ഈ ജോലികളുണ്ടാവും, പ്രാർത്ഥന അത് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അധികം പൊതുവെ എനിക്കധികം സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇവര് പറയണ കേട്ടിരിക്കും. അപ്പൊ അമ്മ പറയുമ്പോ അമ്മ പറയാന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ എന്ത് പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ എൻ്റെ അമ്മയും ഇവരും ഭയങ്കര സംസാരമാണ്. എനിക്ക് ഞാൻ പറയാം ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കും ചിലപ്പോ. എൻ്റെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ രാത്രി 12 മണി 1 മണി 2 മണിയൊക്കെ ഇവരൊന്ന് സംസാരിച്ചിരിക്കും. ഈ ഒരു സ്നേഹമൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. ചേച്ചിക്ക് ഒരു പുതിയ പാർട്ട്ണറെയും കൂടെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് സെറ്റിൽ ആക്കാം അല്ലേ? ഞങ്ങൾ വിചാരിക്കണ പോലത്തെ ആള്. അതെ, അങ്ങനെ തന്നെയുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കണ്ടീഷൻസ് വെക്കൂലേ, മക്കള് നല്ല ആളേൽപ്പിക്കണം, അതേപോലെ. അത്രേ ഉള്ളൂ സത്യം. അങ്ങനെയൊക്കെയുള്ള നല്ല ആളുകൾ ചേച്ചിയുടെ ജീവിതത്തിലേക്ക് വരട്ടെ. എല്ലാം സന്തോഷകരമായിരിക്കട്ടെ. ഇനി ചിന്നുവിന്റെ കല്യാണം വേഗം നടക്കട്ടെ. ദൈവമേ, അവളെ എന്റെ കാര്യമല്ല, ചിന്നു കല്യാണം കഴിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അയ്യോ ഒന്നും കല്യാണം കഴിക്കില്ല. അതെ, അവൾക്ക് ഇഷ്ടമുള്ള അവള് കല്യാണം കഴിക്കട്ടെ. എല്ലാം അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി. ആൻഡ് ചിഞ്ചു, താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങോട്ട് താങ്ക് യു പറയുന്നത്, എനിക്ക് ഇങ്ങോട്ട് പ്രത്യേക താങ്ക്സ് പറയാം. എന്നെ കംഫർട്ടബിൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പേടിച്ചാ വന്നത്. ആണല്ലേ, ചിഞ്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കില്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ ഇത്രയും സംസാരിക്കില്ല. അവള് യൂട്യൂബില് ഇവള് പറഞ്ഞ് ചെയ്യുമ്പോ ഞാൻ തന്നെ ഇതപ്പൊ തെറ്റിക്കുവോ എന്നുള്ള ടെൻഷനാണ്. അമ്മയെ എന്നെ പേടിപ്പിക്കും. അങ്ങനെയല്ല, ഇങ്ങനെ അമ്മേനെ പേടിച്ചാൽ ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, എന്റെ റിലേക്ക് പോകും. ഞാൻ പേടിപ്പിക്കലല്ലേ, ഇവര് ഞാൻ നോക്കുമ്പോഴാണ് ടെൻഷൻ അല്ലേ. അമ്മ നോക്കുമ്പോ അമ്മ ഇങ്ങനെ കണ്ടിട്ടൊരു നോട്ടമുണ്ട്, സംസാരിക്കില്ലേ, നോക്കിയുള്ളു. പക്ഷെ അപ്പൊ അവർക്ക് അതിൽ നിന്ന് കുഞ്ഞിലോട്ടെ നോക്കിയുള്ളു ഞാൻ. പക്ഷെ അവർക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത് എന്താണ് ആ നോട്ടത്തിന്റെ ഇതെന്നുള്ളത് കറക്റ്റ് പറയുന്നത്. അതുകൊണ്ട് ആണല്ലേ. പക്ഷെ എന്താ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇപ്പൊ എല്ലാം ഭയങ്കര ചില്ലായിരുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പൊ എന്നെക്കാളൊക്കെ ഭയങ്കര പക്വതയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടികളാണ്. അങ്ങനെ തന്നെ ആവട്ടെ, അടിപൊളിയാവട്ടെ കാര്യങ്ങളൊക്കെ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഒരുപാട് സന്തോഷം. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.